അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ ദിവസവും ഓരോ അറിവുകൾ പഠിക്കാം എന്ന വിഷയത്തിൽ ഹദീസുകളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹദീസുകൾ പഠിക്കുന്നതിലൂടെ പുതിയ അറിവ് നേടുക എന്നത് വലിയ പ്രതിഫലമുള്ളതാണ്. ഈ ക്ലിപ്പിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറഞ്ഞ ഹദീസുകളാണ് ഉൾപ്പെടുത്തുന്നത്. ഒന്നാമതായി ബഹുമാനപ്പെട്ട ഈ തുർമുദി ഇമാം അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്: മാ മിൻ മുഅ്മിനിൻ ഇല്ലാ വലഹു ബാബാനി ബാബുൻ യസ്അദു മിൻഹു അമലുഹു വബാബുൻ യൻസിലു മിൻഹു റിസ്ഖുഹു ഫഇദാ മാത ബഖയ അലൈഹി. ഇത് ഒരു ഹദീസാണ്. തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. മാമിൻ മുഅ്മിനിൻ, ഒരൊറ്റ മുഅ്മിനും ഇല്ല, ഇല്ലാ വലഹു ബാബാനി, അവനക്ക് രണ്ട് വാതിലുകൾ ആകാശത്തുണ്ട്, ഉണ്ടായിട്ടല്ലാതെ. യസ്അദു മിൻഹു അമലുഹു, ഒരു വാതിലിലൂടെയാണ് അവൻ ചെയ്യുന്ന അമല് കയറുന്നത്. അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നന്മകൾ അല്ലാഹുവിലേക്ക് കയറിപ്പോകുന്ന ഒരു ബാബ്. രണ്ടാമത്തെ ബാബ്, ആ വാതിലൂടെയാണ് അവന്റെ റിസ്ക് ഇറങ്ങുന്നത്. ഇയാളും മരിക്കുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ ബഖയാലൈഹി, ഈ രണ്ട് ബാബുകളും അവന്റെ മേലിൽ കരയുന്നതാണ്. ഞാൻ ആ രണ്ട് വാതിലുകളും കരയുകയാണ്, വ്യസനിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ അമൽ ഇതിലൂടെ ഉയർത്തപ്പെടുകയില്ലല്ലോ എന്നോർത്തുകൊണ്ട് അമൽ ഉയർത്തപ്പെടുന്ന വാതിലും, ഇനി അദ്ദേഹത്തിലേക്ക് റിസ്ക് ഇറങ്ങുകയില്ലല്ലോ എന്നോർത്തുകൊണ്ട് റിസ്ക് ഇറങ്ങുന്ന വാതിലും കരയുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മാ കൊണ്ട് തുടങ്ങുന്ന ഹദീസുകളെ. ബഹുമാനപ്പെട്ട ഇബ്നു മാജ അംറു ഇബ്നു അസം എന്നവരിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഇബ്നു മാജ എന്ന കിതാബിൽ കാണാം, മാ മിൻ മുഅ്മിനിൻ, ഒരൊറ്റ മുഅ്മിനും ഇല്ല, യുഅസ്സി അഖാഹു ബിമുസീബത്തിൻ, തന്റെ മുസ്ലിമായ സഹോദരന് ഒരു ആപത്തുണ്ടാകുമ്പോൾ, വിപത്തുണ്ടാകുമ്പോൾ അവനെ ചെന്നുകൊണ്ട് സമാധാനിപ്പിച്ചാൽ, അവന്റെ ആ വ്യസനം ഇല്ലാതെയാക്കി മാറ്റിയാൽ, ഇല്ലാ കസാഹു മിൻ ഖുലലിൽ കറാമ, അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവിന്റെ വസ്ത്രം അല്ലാഹു അവനിക്ക് ധരിപ്പിക്കും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു പ്രയാസം അനുഭവിച്ച ആളെ സമാധാനിപ്പിക്കൽ, അത് വലിയ പുണ്യമുള്ളതാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവ്. ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു ക്ലിപ്പിൽ അധികം വേണ്ട എന്ന് കരുതിക്കൊണ്ടാണ് ചുരുക്കുന്നത്. വളരെ കുറഞ്ഞ സമയം മാത്രം അറിവിന് വേണ്ടി ചെലവഴിക്കാനാണ് ഇങ്ങനെ ചുരുക്കുന്നത്. മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ബുഖാരിയിലും മുസ്ലിമിലും ഈ ഹദീസ് കാണാം. മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ, ഒരൊറ്റ മുസ്ലിമുമില്ല, യുസീബുഹു അദൻ, അവനിക്കൊരു പ്രയാസമത്തും ബുദ്ധിമുട്ടത്തും, ശൗകത്തുൻ ഫമാ ഫൗകഹാ, ഒന്നിക്കൽ കാലിൽ ഒരു മുള്ള് തറക്കും, അല്ലെങ്കിൽ ഫമാ ഫൗക, അതിലേറെ വലിയ ബുദ്ധിമുട്ട്,
ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് നാം നടന്നു പോകുമ്പോൾ കാലിൽ മുള്ളു തറക്കാൻ. ഇപ്പൊ അത് വളരെ ചുരുക്കും, കാരണം ചെരുപ്പൊക്കെ ഇട്ടല്ലാതെ ആരും നടക്കാത്ത ഒരു കാലഘട്ടമാണ്. ഇനി അതിലേറെ വലിയ വിപത്തും സംഭവിക്കാം. ആ വിപത്ത് കാരണമായിട്ട് അവന്റെ തിന്മയെ അല്ലാഹു തആല നീക്കിക്കളഞ്ഞിട്ടല്ലാതെ. ഒരു വൃക്ഷം അതിന്റെ ഇലയെ ആ വൃക്ഷത്തിൽ നിന്ന് നീക്കുന്നത് പോലെ, ആ ഇല ഉണങ്ങി അത് പൊഴുത്ത് ഉണങ്ങി വീഴുന്നത് പോലെ, കൊഴിഞ്ഞു വീഴുന്നത് പോലെ ഈ മനുഷ്യന്റെ ദോഷം ഓരോ പരീക്ഷണങ്ങൾക്കും സംഭവിക്കുമ്പോൾ അതിന്റെ മേൽ ക്ഷമിച്ചാൽ അവന്റെ ദോഷങ്ങൾ അത് കാരണമായി നീങ്ങിപ്പോകുന്നതാണ്. അതാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിലൂടെ കൂടുതൽ അറിവുകൾ നേടാനുള്ള അവസരമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നഷ്ടപ്പെടുത്തരുത് എന്നുണർത്തുന്നതോടുകൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് പുണ്യമാണ് എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.